ഇന്നലെ ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഇറക്കി വിട്ടല്ലേ, ചത്തപ്പച്ച സിനിമയുടെ ട്രെയിലർ. ആ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവർ പുറത്തു വിട്ടിരുന്നു. ഫേസ് കാണിക്കാത്ത തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് കാണിക്കുന്നത്. മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഈ ട്രെയിലറിനകത്ത് അവസാനം ഒരു സെക്കൻഡിൽ ആ ഒരു സാധനം ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. ഓഫ്, അതൊരു വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. അത് വന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു അത് മമ്മൂക്ക തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലായിരിക്കും ഇതിനകത്ത് എത്തുന്നത്. വാൾട്ടറിൻ്റെ പിള്ളേരെ തൊടാൻ ആരുണ്ടാ ഇവിടെ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മമ്മൂക്കായ ആ ഒരു റോളിൽ കാണിക്കും. പക്ഷെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് മമ്മൂക്കായുടെ ഫേസ് ഇതിനകത്ത് കാണിക്കുമെന്നാണ്. എന്നാൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മമ്മൂക്കായുടെ ക്യാരക്ടറും മമ്മൂക്കായുടെ ലുക്കും ഒന്നും ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ ട്രെയിലറിനകത്ത് ആ ഒരു ചെറിയ സാധനം കാണിച്ചപ്പോഴത്തേക്ക് സിനിമയ്ക്കോ ആ ട്രെയിലറിന് കിട്ടിയ ഹൈപ്പ് വേറെന്ന. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് ചില കമൻറ്റോളികൾ അവന്മാരിട്ടിരിക്കുന്ന കമൻറ്റ്, ക്യാമിയോ റോളിലൊക്കെ എത്തിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ. ക്യാമിയോ റോളിൽ എത്തിയത് ഒരെണ്ണം നമ്മൾ കണ്ടല്ലോ, ഭയം, ഭക്തി, ബഹുമാനം. അപ്പോൾ ആ ക്യാമിയോ റോൾ ആയിരിക്കില്ല ഈ ക്യാമിയോ റോളും. ഇത് വേറെ ലെവലായിരിക്കും. കാരണം മച്ചാൻ വേറെയാണ് മക്കളെ. മച്ചാൻ ക്യാമിയോ റോളിൽ എത്തിയിട്ടുള്ളൊരു സിനിമ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓസ്ലർ എന്ന് പറയുന്ന സിനിമ അല്ലേ. ജയറാം ഒന്നുമല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് വന്നു. ആ സിനിമയിൽ ഓസ്ലർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മമ്മൂക്ക വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഹൈപ്പും ജയറാമിൻ്റെ ഇതുവരെയുള്ള പടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രവും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരൊറ്റ മനുഷ്യൻ്റെ ക്യാമിയോ റോൾ കൊണ്ട് തന്നെ വന്നതാണ്. ഇനി കഥ പറയുന്നു എന്ന് പറയുന്നൊരു സിനിമയിലും മമ്മൂക്ക ഇതുപോലെ ഒരു ക്യാമിയോ റോൾ എത്തുന്നുണ്ട്. ആ സിനിമ എവിടം വരെ പോയി എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ക്യാമിയോ റോൾ ആയിക്കോട്ടെ, ഇനി വേറെ എന്തോ ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റിൽ വന്നു പോകുന്ന ഒരു സീനാണെങ്കിൽ പോലും അത് പൊളിച്ചിരിക്കും. ഇനി അടുത്തൊരു ക്യാമിയോ റോളിനെ കുറിച്ച് കൂടെ ഞാൻ പറയാം. നരസിംഹം എന്ന സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, കൂവാൻ റെഡിയായിട്ട് നിന്ന ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കാട് ആ ഒരു എൻട്രി. പാട്ടി കഴിവറ മോമാരെ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗില്ല, അത് മനഃപൂർവ്വം ഷാജി കൈലാസ് അന്ന് കൊടുത്തത്. കാരണം ഇവന്മാർ വാതിറക്കുന്നതിന് മുമ്പേ ക്യാമിയോ റോളിൽ കൂടെ തന്നെ മമ്മൂക്ക അടിച്ചങ്ങോട്ട് അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇട്ട് മെഴുകുന്ന തൂറി മെഴുകുന്ന വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ മനുഷ്യൻ തരുമ്പോഴേ അതിനെ ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും തയ്യാറാകും. അല്ല, പല സിനിമകളിൽ ചില ക്യാമിയോ റോളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. പല നടന്മാരും വന്നിട്ട് കാണിക്കുന്നല്ലേ, അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല. ഈ മനുഷ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള ഈ മറ്റേ വർത്താനം ഉണ്ടല്ലോ, അത് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്. എന്തായാലും നമ്മുടെ അർജുൻ അശോകൻ ഒരു ഇന്റർവ്യൂവിൽ നമുക്കടെ ക്യാമിയോ റോളിനെ കുറിച്ച് ചെറിയൊരു സംഭവം പറയുന്നുണ്ട്, കേട്ടിട്ട് പെട്ടെന്ന് വരാം. പടത്തിന്റെ ടീസറിൽ കമ്മിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആ എമ്മിന് ഭയങ്കര തിളക്കുണ്ട്. ആ എമ്മ മമ്മൂക്കയാണ്. എമ്മ തിളങ്ങണമല്ലോ, എമ്മ തിളങ്ങൂലേ, അതൊരു വരവായിരിക്കും. എനിക്കിപ്പൊ തന്നെ ഇതൊരു ആ എം ഉണ്ടല്ലോ, ഒരു 1.5 വരവായിരിക്കും. 22-ാം തീയതി നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ആ എമ്മിനെ കാണാൻ വേണ്ടി. ആ എം കാണിക്കുന്നത് കണ്ടിട്ട് ഞെട്ടാനും നിങ്ങൾ റെഡി ആയിക്കോ. 74-ാമത്തെ വയസ്സിൽ ഈ 2026 അദ്ദേഹം എടുത്തിരിക്കുന്ന ഓരോ സിനിമകളും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇവിടെ മമ്മൂക്ക ഇനി മലയാള സിനിമയിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില നാറികളുണ്ടല്ലോ, അവൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന മറുപടിയാണ് കളങ്കാവൽ എന്ന സിനിമയിലൂടെ നമുക്ക് മമ്മൂക്ക തിരിച്ചു തന്നത്. ഇനി വരാൻ പോകുന്നതൊക്കെ വേറെ ഐറ്റങ്ങളായിരിക്കും. എന്തായാലും ചത്തപ്പച്ച എന്ന സിനിമയിലെ അവസാനത്തെ മമ്മൂക്കയുടെ ആ ഒരു സീൻ, അത് ശരിക്കും പറഞ്ഞാൽ കൊള്ളേണ്ടടുത്തൊക്കെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. മച്ചാനെ പൊളിച്ചടിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇനി ഇവിടെ കിടന്നിട്ട് കൊണയടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാണണമെന്നുണ്ടെങ്കിൽ, നെഞ്ചുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ 22-ാം തീയതി ടിക്കറ്റ് എടുത്തോ മച്ചാന്മാരെ, നിങ്ങൾ തിയേറ്ററിലേക്ക് പോരാ. നമ്മുടെ പിള്ളേരോടൊപ്പം 74 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ വന്നിട്ട് നീയൊക്കെ പറ. ഭയം, ഭക്തി, ബഹുമാനം എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടനും ക്യാമിയോ റോൾ ചെയ്തല്ലോ. ആ ക്യാമിയോ റോൾ എന്തായിരുന്നു നമുക്കറിയാമല്ലോ. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കുറേ സിനിമകളുടെ റെഫറൻസ് എടുത്തിട്ട് കാണിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് ലാലേട്ടൻ ആ സിനിമയ്ക്ക് അത് ചിത്രീകരിച്ചത്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് പല വേട്ടാവളിയന്മാർ വന്നിട്ട് കമൻ്റ് ഇട്ടിരുന്നു, കാത്തിരുന്നതിനെ കാണാം എന്തൊക്കെയാണ് വാൾട്ടറും പിള്ളേരും ചത്തപ്പച്ചയിൽ കാണിക്കാൻ പോകുന്നത്. 22-ാം തീയതി ആദ്യ ഷോയ്ക്ക് നമ്മുടെ തിയേറ്ററിലുണ്ടാവും. കാണാം, പിള്ളേരൊക്കെ ഇടിച്ച് പൊളിച്ച് നല്ല കിടിലനൊരു ഇടിയം പടം തന്നെ ആയിരിക്കും, കാര്യത്തിൽ ഒരു സംശയമില്ല. RDX എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെ ആയിരിക്കും ചത്തപ്പച്ച എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ട്രെയിലർ കിഡും മേക്കിംഗ് ആയിരുന്നു. അതിൻ്റെ ട്രെയിലർ കട്ടാണെങ്കിലും അതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്, കോമ്പിനേഷൻ എല്ലാം ആ ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഐറ്റം വേറെയാണ്. കാരണം പിള്ളേരെ കിട്ടിയ പിള്ളേരത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്യും. ഇനി ക്യാമിയോ റോൾ എന്താണെന്നുള്ളതും പുള്ളി കാണിച്ചു തരും. ബാക്കിയൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.